ഹലോ. ഇന്ന് ഡിന്നറിനായിട്ട് ഞങ്ങൾക്ക് പുട്ട്, ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ പറ്റുന്ന നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കിഡ്നി ബീൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം രാജ്മ കറിയുടെ ഒരു റെസിപ്പിയാണ്. കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നമുക്ക് വേണ്ടതായിട്ടുള്ള സ്പൈസസ് ഒക്കെ തന്നെ ചേർക്കാം കേട്ടോ. ഒരുപാട് സ്പൈസ് ഇഷ്ടമായിട്ടുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 3-4 കുരുമുളകും അതുപോലെ ഒരു 2 ഗ്രാമ്പൂ, ചെറിയൊരു കറുവാപ്പട്ടയുടെ കഷ്ണവും അതുപോലെ തന്നെ നല്ല ജീരകവുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിന്നറിനൊക്കെ ഈ പറയുന്ന ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഹൈ പ്രോട്ടീൻ റിച്ചുമാണ് കേട്ടോ. ഇനി സവാള അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള തന്നെ എടുത്തിട്ടുള്ളൂ. അത് നീളത്തിൽ അരിഞ്ഞ് അതിലേക്ക് കുറച്ച് പച്ചമുളകും ഉപ്പ് ഇട്ട് നമ്മൾ വഴറ്റുമ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ പൊടികളെന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മാത്രം, പിന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കളറിന് വേണ്ടിയിട്ട്, കറി കാണുമ്പോഴും നമുക്കൊരു ഭംഗി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ചധികം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് മുമ്പായിട്ട് തക്കാളി നമുക്ക് അരിഞ്ഞോ ചേർക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ പ്യൂരി, ഞാനിപ്പോൾ ഇവിടെ തക്കാളി അരച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചൂടുവെള്ളം തന്നെ ചേർക്കുക. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇനി കുതിർത്ത് വെച്ച രാജ്മ നമ്മൾ അതിലേക്ക് ചേർത്ത് ഒരു 2-3 വിസിൽ മാത്രം മതി. പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് മാത്രം ഞാനത് വെള്ളത്തിലിട്ട് വെച്ചതെന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും കടലയുടെ അത്ര തന്നെ വേവുണ്ട്. അതുകൊണ്ട് ഒരു 5-8 മണിക്കൂർ അത് വെള്ളത്തിലിട്ട് വെച്ചതാണെങ്കിലാണ് ഈ 2 വിസിൽ 3 വിസിലൊക്കെ അത് ഓക്കെ ആവുക കേട്ടോ. ഞാനൊരു 5-6 വിസിൽ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കിഡ്നി ബീൻസ് നമുക്ക് മെഴുക്കുവരട്ടി ആയിട്ടോ ഇതുപോലെ കറി വെച്ചിട്ടോ നമുക്ക് ചേർക്കാം. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പുട്ട് ഏതിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.